ഹായ് ഫ്രണ്ട്സ്, റിൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. ഒരു കൊച്ചു വീടും അതിലെ അംഗങ്ങളെയും നമുക്കിന്നൊന്ന് പരിചയപ്പെടാം അല്ലേ? അപ്പോൾ അതിന് മുൻപായിട്ട് ഈ കൊച്ചു വീടിരിക്കുന്ന പ്ലേസ് നമുക്കൊന്ന് കാണണ്ടേ എങ്ങനെയുള്ളതാന്ന്. ഇതേ ഒരു റംബൂട്ടാനാണ്, തഴച്ച് വളർന്ന് ഇപ്പോൾ തളിരില ഇലകളുള്ള സമയം കേട്ടോ നിൽക്കണ ഒരു റംബൂട്ടാൻ. നിറച്ചും ചവറുള്ളതുകൊണ്ട് ഈ കൂടിനടിയിൽ നല്ല ഷെയ്ഡുണ്ട്. നമുക്കിന്ന് ഇനി ആ വീടൊന്ന് കണ്ടു കളയാം. ഇന്നിവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് ഇങ്ങനെ തണൽ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കാണാനും നല്ല ഭംഗിയാട്ടോ. ഇത് കൂട് നോക്കിക്കേ, വെൽഡ് ചെയ്ത കമ്പി വരെയൊക്കെ അടിച്ച് മുകളിലോടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു കൊച്ചു വീട്. ഇനി ഈ വീട്ടിലെ അംഗങ്ങളെ നമുക്കൊന്ന് കാണാം. ഒരുത്തനിരുന്ന് തീറ്റയൊക്കെ തിന്നുന്നുണ്ട് രാവിലെ. നല്ല വേനലല്ലേ, ഇവർക്ക് വൈകിട്ടാണ് ശരിക്കും നമ്മൾ തീറ്റയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ദേ രാവിലെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് വയ്ക്കും, അവർ ദാഹത്തിനത് കുടിക്കും. ആർക്കും ക്ഷീണമൊന്നുമില്ല കേട്ടോ, വേണ്ടവർ വെള്ളം കുടിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഇവിടെ ഒരു കൊച്ചു കളനിരുന്ന് തീറ്റയൊക്കെ തിന്നുവാണ്. ഇവിടെ വരുന്നവരൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, അയ്യോ ഇതെന്നാ എലിയനെയാണോ കൂട്ടിലിട്ട് വളർത്തണേന്ന്. ഇത് എലിയൊന്നും അല്ല കേട്ടോ, നല്ല സ്നേഹമുള്ള അടിപൊളി. ഇവരുടെ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഇപ്പം എല്ലാവരും ശാന്തരായിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. എന്താടാ മൂക്കുകൊണ്ട് കാണിക്കണം നോക്കി. ഇവർ നമ്മളടുക്ക വരുമ്പോൾ എപ്പോഴും എന്തേലും പ്രതീക്ഷിക്കും, എന്തേലും തീറ്റയൊക്കെ ആയിട്ട് വരുന്ന ഇവർ പ്രതീക്ഷിക്കും. ഞാൻ ഇവർക്ക് ഇത്തിരി തക്കാളിപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കിട്ട് ക്യാമറയുമായിട്ട് വന്നിട്ടാന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ പേടിയാണ്. ഇവരുടെ അടുക്കിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയായി കൊണ്ടുവരുന്നത്. ഞാൻ തക്കാളിപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്, അത് അവർക്കൊന്ന് വെച്ച് കൊടുക്കാം. അവർ കഴിക്കുമെന്ന് അറിയില്ല, പേടിച്ചിരിക്കും എല്ലാവരും. പടാ ഇവിടുന്ന് മാറിയാൽ ഇന്ന് തീരുമാനമുള്ളെന്ന് തോന്നുന്നു. പതുക്കെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എന്ത് ചെയ്യാനല്ലേ, കഴിക്കാതിരുന്നാൽ ഇനി വേറെ വല്ലവരും വന്ന് കഴിച്ചാലോ. അയ്യോ, ഒക്കെ ഇത്തിരി പേടിയാന്ന് തോന്നുന്നു. അതുകൊണ്ട് കഞ്ഞിവെള്ളത്തിലിട്ട് കൊടുക്കാം. ഞാൻ ചിലപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലിട്ടാണ് നിങ്ങൾക്ക് തീറ്റ കൊടുക്കാറ്. ഇവർക്കല്ലാതെ ആരെ പ്രായമായ കാരണന്മാരൊക്കെ പഴയ കാലത്തുള്ളവർ പറയാറുണ്ട്, ഗിനിപ്പന്നിയെ കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, ശ്വാസം മുട്ടലിനും വലിവിനും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ വളർത്തുന്ന ഒന്നിനെ നമ്മളിവിടെ ഉപദ്രവിക്കാറോ കൊല്ലാറോ ഒന്നുമില്ല. നമ്മൾ വളർത്തുന്നവരല്ലേ, അവരെ നമുക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ തോന്നില്ല. നമ്മളിത് കാണാനായിട്ടിഷ്ടം, അവരുടെ സ്നേഹം, അത്രയേ ഉള്ളൂ. ഓരോരുത്തരും വന്ന് വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ദിവസവും ഓരോരുത്തരുടേതും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കത്തൊക്കെ ഒന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ചേർന്നിരിക്കും. പേടിച്ചിരിക്കുവാന്നോടാ, രണ്ടുപേരും അവിടെ പോയിരിക്കുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഇങ്ങോട്ട് ഓടാനാ ഇതിനപ്പുറം. ഞാൻ ഇത്തിരി തീറ്റ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും നല്ല ബഹളം വയ്ക്കുന്നുണ്ട്. തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള തീറ്റ കേട്ടോ ഇത്. എല്ലാവരും നമ്മളൊക്കെ വലിയൊരു സദ്യ കഴിക്കണ പോലെ ഇപ്പം ഇവരുടെ സദ്യ കേട്ടോ ഇത്. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇവരിങ്ങനെ ഈ കഴിക്കണത് കാണാൻ.
ഇവരുടെ മൂക്കും വായും എല്ലാം ഇങ്ങനെ ഉണ്ടോ, നല്ല രസം. പാവങ്ങളല്ലേ, നല്ല സ്നേഹമുള്ളവരാ, കാണാനും ഭംഗിയാണ്. എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് കേട്ടോ. ഇവരുടെ സൗണ്ട് കേൾക്കാനൊക്കെ നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. ഇവരെല്ലാവരുടെയും കൂടി കരയുമ്പോഴേക്കും നല്ലൊരു സൗണ്ടാണ്. എനിക്ക് വീടുകളിലൊക്കെ വളർത്താൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവരാരും ഉപദ്രവിക്കത്തൊന്നുമില്ല. ബാടാ ഇവന്മാരെ ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടുക. ഇപ്പം തീരെ തിന്നാനുള്ള ഉത്സാഹത്തിലാണ്. ആയോ, ഞാനൊന്നും കാണിക്കില്ല, പിന്നെ ഇപ്പം എന്തുവാ. കുറച്ച് പേര് പറയാം നമുക്കിങ്ങ് മാറിയിരുന്നേക്കാം, അവിടെ ഇരുന്നാൽ അവൾ നമ്മളെ പിടിക്കാൻ നമുക്ക് മാറിയിരിക്കാം. ശിശുക്കളല്ലേ, ഇവർക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇവരതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുക. അവർക്ക് കുറച്ചുകൂടി പേടിയാണ്, കുറച്ചുകൂടി അറിവായതുകൊണ്ട്. ഞാനങ്ങനെ ജീവിതത്തിന് ഓടി രക്ഷപ്പെടും. വാടാ വാടാ വാടാ. എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ ഫ്രീ ടൈമിലൊക്കെ ഇവരുടെ അടുക്കൽ വന്നിങ്ങനെ. നല്ല എൻജോയ്മെൻറ്റാണ് നമുക്ക്. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒത്തിരി വളർത്തിയില്ലെങ്കിലും ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് വളർത്തി നോക്കാം. നമുക്കൊരു ചിലരൊക്കെ പറയും പണിയില്ലാഞ്ഞിട്ടാണ്, പക്ഷേ പണിയുള്ളവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഇതൊക്കെ. പണിയില്ലാത്തവരാരും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അല്ലേ. ഞാനിടയ്ക്ക് പിടിക്കാൻ ചെല്ലുന്നതുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ ഇവർ പേര് കൊണ്ട് തിന്ന് തീർത്തേനെ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള പക്ഷി മൃഗാദികളെയൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടാ ഇതും കൊണ്ടൊന്ന് തൂത്തോട്ടെ. തൊടാൻ സമ്മതിക്കല്ലോ. ഇല്ല, വരുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇന്നെന്താ അയ്യോ, വെള്ളം കുടിച്ചു. പാവാ കുട്ടിക്ക് ദാഹിക്കുന്നു. വേനലല്ലേ, അപ്പോൾ കുറച്ചേറെ വെള്ളം ഇവർ കുടിക്കും. പക്ഷെ ഇപ്പം ഞാൻ വെള്ളം കുടിപ്പിക്കും അവരെ. നമ്മുടെ വീടിന് സൗന്ദര്യം നൽകുന്നവരാണ് ഇവരൊക്കെ കേട്ടോ. നമുക്കൊരിക്കലും ഇങ്ങനെ എന്തുവാ ഒറ്റപ്പെടിലൊന്നും ഫീൽ ചെയ്യല. നമുക്കെപ്പോഴും ഇവരുടെ കൂട്ടൊക്കെ നല്ല സന്തോഷം നൽകും നമുക്കൊക്കെ. പേടിച്ചിരിക്കുന്നവർ പേടിച്ചവിടെ ഇരിക്കത്തേ ഉള്ളൂ, പേടിയില്ലാത്തവരൊക്കെ വന്ന് വയറ് നിറയ്ക്കും. പിന്നെ ഓർത്തിട്ട് കാര്യമൊന്നുമില്ല, ആ സമയത്ത് കഴിച്ചേക്കാമായിരുന്നു ഒന്ന്. ആണ്ടേ ഇങ്ങോട്ട് വാ, നീ തന്നെ കഴിച്ചാൽ പോരെ, എനിക്കും വേണമെന്ന്. ആണ്ടേ ഒരുത്തം കാണിക്കുന്നുണ്ടോ, ശാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് മുഖമൊക്കെ തൂത്ത് മിനുക്കുന്നുണ്ട്. മാറിയിരുന്നു. ശരിക്കും കുറേ എലിയുടെ രീതിയൊക്കെ അല്ലേ ഇവരുടെ ഫേസും, അതുകൊണ്ട് എല്ലാവരും എലിയാണോന്നൊക്കെ ചോദിക്കണേ. ഒത്തിരി തീറ്റയൊന്നും കൊടുക്കണ്ട, കുറച്ച് തീറ്റയും പിന്നെ അല്പം കഞ്ഞിവെള്ളവും ഉപ്പിട്ട് കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ മതി ഇവർക്ക്. ഒരു ശല്യമില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ഇവരുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഓരോ ദിവസം ഓരോരുത്തരെയൊക്കെ കാണിക്കാമേ.